أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على خاتم رسول الله وعلى آله وصحبه ومن والاه. أما بعد، أعوذ بالله من الشيطان الرجيم وفي أنفسكم أفلا تبصرون. من സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഫൈസൽ ഖസാവി ചർച്ചക്കെടുത്ത വിഷയവും വിശുദ്ധ മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പള്ളിയിൽ ഡോക്ടർ ഹുസൈൻ ആല ഷെയ്ഖ് ചർച്ചക്കെടുത്ത വിഷയവും ഏകദേശം തുല്യതയുള്ള വിഷയമാണ്. അഥവാ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിൻ്റെ കഴിവ് കൽപ്പ് നാം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട്, അതിൻ്റെ തോതനുസരിച്ചിട്ട് നമുക്ക് റബ്ബുൽ ഇസ്സത്തിനെ ഭയപ്പെടാനും അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താനും അവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാനും നമുക്ക് അത് സഹായകമാകും. എത്ര കണ്ട് മനുഷ്യൻ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ, അവൻ്റെ കഴിവിനെ കൽപ്പിനെ അറിയാതെ അവൻ ജീവിക്കുന്നുവോ അത്ര കണ്ട് അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിൽ വീഴ്ച പ്രകടമായി അവനിൽ കാണുന്നതാണ്. മക്ക ഇമാമ് തുടക്കത്തിൽ തന്നെ ചോദിക്കുകയുണ്ടായി, മനുഷ്യൻ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവന് പാപം ചെയ്യാൻ സാധിക്കുക? അള്ളാഹു അല്ലേ പറഞ്ഞത്, നാം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഓരോ നിമിഷങ്ങളെ, നമ്മുടെ ഓരോ ചലനങ്ങളെ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെ, നമ്മുടെ എല്ലാ അനക്കങ്ങളെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, നമ്മുടെ കണ്ണ് വശീകരിക്കുന്ന കണ്ണിന്റെ ആ ചലനത്തെ വരെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അറിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആ വശീകരണത്തിന്റെ കണ്ണിന്റെ ഉടമ ഹൃദയത്തിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചത് എന്താണ് എന്നത് വരെ അവൻ അറിയുന്നുണ്ട്. നീ രാത്രി നിന്ന് നമസ്കരിക്കുമ്പോഴും നീ ഏത് സമയത്ത് എന്ത് കാട്ടുമ്പോഴും അവൻ നിന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അലം യഅലം അന്നല്ലാഹ യറാ, അവൻ അറിയുന്നില്ലേ അള്ളാഹു അവനെ കാണുന്നുണ്ട് എന്ന കാര്യം? ഈ കാര്യം കൃത്യമായിട്ട് ഒരു മനുഷ്യൻ ഓർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് ദോഷത്തിൽ നിന്നിട്ട് മുക്തനാവാൻ സാധിക്കുന്നതാണ്. അവൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഖുശൂഉം ഭക്തിയും ഭയവും അവന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതെ, സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തിൽ നാം അവരുടെ ചരിത്രത്തിൽ കണ്ടതുപോലെ അവരുടെ നമസ്കാരത്തിന്റെ അകത്ത് അവർക്ക് എന്ത് സംഭവിച്ചാലും, ലോകത്ത് എന്ത് സംഭവിച്ചാലും അതിനോട് എല്ലാം വിടവാങ്ങി അള്ളാഹുലേക്ക് മുന്നിട്ട് നമസ്കരിക്കുന്ന സൈസിലുള്ളതായ രൂപത്തിലുള്ളതായ നമസ്കാരമാക്കി മാറ്റാൻ അവന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കുക എന്നതാണ് അള്ളാഹുലേക്ക് അടുക്കാൻ ഏറ്റവും സഹായകരമായ രൂപം. അത് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ റബ്ബുൽ ഇസ്സത്തിനെ മനസ്സിലാക്കാത്തത് കാരണത്താലാണ് വ്യതിചലിച്ചു പോകുന്നതും, അല്ലെങ്കിൽ അഹങ്കരിക്കുന്നതും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധികൾ നിന്നിട്ട് വിട്ടുനിൽക്കുന്നതും, അള്ളാഹുവിന്റെ വിലക്കുകളെ അവൻ വ്യത്യാസപ്പെട്ട് കാണാതെ വിധി കൽപ്പനയായാലും വിരോധിച്ചതായാലും എല്ലാം അവൻ മിക്സ് ചെയ്ത് കലർത്തി ഹറാമ് ഏത് ഹലാല് ഏത് എന്ന് നോക്കാതെ, കാശിന്റെ കാര്യമാവട്ടെ, സമ്പാദ്യമാവട്ടെ, മറ്റു അമലുകളാവട്ടെ, അതിലെല്ലാം ഒരു ചേഞ്ച് ഇല്ലാത്ത രൂപത്തിലുള്ള മൃഗതുല്യ ജീവിതം നയിക്കുന്നവരെ നാം കാണാറുള്ളത് അള്ളാഹുമായുള്ള ബന്ധമില്ലാത്തവരിൽ നിന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല
അവന്റെ കഴിവ് കൽപ്പിനെ പലയിടങ്ങളിൽ പല ശൈലികളിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഖുർആനിൽ. ഏറ്റവും നല്ല മാർഗമായിട്ട് മക്ക ഇമാം പറയുന്നത് ഖുർആൻ പഠിക്കുക തന്നെ, ഖുർആൻ വായിക്കുക തന്നെ. അത് വെറും അറബി ഭാഷ അറിയാത്തവർ അങ്ങനെ വായിച്ചിട്ടൊരു പ്രയോജനമില്ല. ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നതല്ല. അവർക്ക് അതിന്റെ അർത്ഥം പഠിക്കാനുള്ളതായ ചാൻസുകൾ, അതിനുള്ള ഹുജ്ജത്തുകൾ, അതിനുള്ള തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരത്തി വെക്കപ്പെട്ട യുഗത്തിലാണല്ലോ നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഖുർആൻ ലോകത്തിലുള്ളതായ എല്ലാ ഭാഷകളിലും എന്ന് തന്നെ പറയാം. അഥവാ പ്രധാനപ്പെട്ട ഭാഷകൾ, മുഖ്യമായ ഭാഷകൾ എന്തൊക്കെയുണ്ട് ലോകത്തിൽ, ആ ഭാഷകളിലെല്ലാം അതിന്റെ പരിഭാഷ ലോകത്തിന്റെ എല്ലാ ഭാഗത്തിലും വ്യാപകമായി കൊണ്ടേയിരിക്കുന്നുണ്ട്. മദീനയിൽ ഞാൻ ജോലി ചെയ്തിരുന്നതായ ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സിൽ തന്നെ 80ഓളം പരിഭാഷകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ലോകഭാഷകൾ മുഴുവനും എണ്ണിയിട്ട് ലോകഭാഷകൾ, ആ പ്രധാനപ്പെട്ട ഭാഷകൾ മനുഷ്യന്മാരിൽ നിന്നിട്ട് എല്ലാ വിഭാഗത്തിനും പഠിക്കാനും ഗ്രഹിക്കാനും പറ്റുന്നതായ ഭാഷകൾ, ആ ഭാഷകളുടെ പരിഭാഷകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ യുഗത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്, ഒരു മുസ്ലിമിനെന്നല്ല, ഒരു മനുഷ്യന് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാനുള്ള ചാൻസ് കിട്ടിയില്ല, അറിയാനുള്ള ചാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഒഴിവ് കിഴിവ് പറയാൻ സാധിക്കുന്നതല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മക്ക ഇമാം തുടരുകയുണ്ടായി. ദോഷത്തിൽ നിന്നിട്ട് മുക്തനാവുവാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിനെ പഠിക്കലാണ്. അള്ളാഹുവിനെ പഠിക്കാനുള്ളതായ നല്ല മാർഗം അത് ഖുർആൻ പഠിക്കലാണ്. അതുകൊണ്ട് ഖുർആൻ എത്ര കണ്ട് നാം മനസ്സിലാക്കുന്നു, എത്ര കണ്ട് ഖുർആനിന്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ചു ഓതാൻ വേണ്ടി പാടുപെടുന്നു, അത്ര കണ്ട് നമ്മുടെ ഈമാന് വളരുന്നു. ഈമാന് വളരുന്നതും തളരുന്നതുമായ സാധനമാണ്. വളരുന്നതായ ഈമാന് നാം റമദാനിൽ നമുക്ക് അനുഭവപ്പെട്ടു. ധാരാളം സൽക്കർമ്മങ്ങൾ നാം ചെയ്തു കൂട്ടി, ധാരാളം ഖുർആൻ പാരായണം ചെയ്തു. ആ സന്ദർഭത്തിലെല്ലാം നമുക്ക് മനോധൈര്യവും മനോവീര്യവും ഉണ്ടായി. എന്തിലൂടെ? അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിനെ ഭയപ്പെടാനും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് കൊണ്ട് വ്രതം അനുഷ്ഠിക്കുവാനും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് തെറ്റുകളിൽ നിന്നിട്ട് പകൽ സമയത്ത് മുക്തരായി നിൽക്കുവാനും സാധിച്ചു എന്നത് നമുക്ക് അനുഭവത്തിൽ കൂടി മനസ്സിലാക്കാൻ പറ്റിയ ഭാഗമാണ്. അത് തന്നെയാണ് 11 മാസവും റമദാൻ അല്ലാത്തതായ മാസങ്ങളിലും നാം ആ രൂപത്തിലാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ആ റമദാനാകുന്ന ആ മാസത്തിൽ ഇറങ്ങിയതായ ആ ഖുർആനിനെ 11 മാസങ്ങളിലും ആ ഖുർആനെ പരിചയപ്പെട്ടുകൊണ്ട് ഇരിക്കുകയും ഒരു ദിവസത്തിൽ ഒരു പേജെങ്കിലും ചുരുങ്ങിയാൽ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് വായിക്കാൻ, ഇനി അതിൽ കുറവാണെങ്കിലും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടാണ് സംസാരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ സ്ത്രീകളെയും മുഅ്മിനീങ്ങളായ പുരുഷന്മാരെയും മുഅ്മിനാത്തുകളായ സ്ത്രീകളെയും വേറെ വിളിച്ചുകൊണ്ട് ഖുർആനിൽ സംസാരിച്ച ഭാഗങ്ങളുണ്ട്. അവകളെല്ലാം ഇങ്ങനെ ഓതുന്ന സന്ദർഭത്തിൽ ഓരോ മനുഷ്യനും എന്നോടാണ് അള്ളാഹു സംസാരിക്കുന്നത്, എന്നെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഊന്നി പറയുന്നത് എന്നത് മനസ്സിലാക്കാൻ അത് സഹായകമാകും. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഓതിയതായ പ്രധാനപ്പെട്ട ആയത്തിൽപ്പെട്ടതാണ് വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളെന്തേ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് അള്ളാഹു ചോദിച്ചിട്ടുണ്ട് ഖുർആനിൽ. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് എന്നർത്ഥം. നിങ്ങളുടെ ശരീരത്തിലുള്ളതായ ഓരോ അവയവത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിലുള്ള കണ്ണ് വേറെ, നാക്ക് വേറെ, മൂക്ക് വേറെ, കാത് വേറെ, അതിലുള്ള ഓരോ അവയവങ്ങൾ വേറെ ചിന്തിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോകും. അള്ളാഹുവിന്റെ ആ അത്ഭുത സൃഷ്ടിയാകുന്ന അള്ളാഹു തന്നെ ഖുർആനിലോ തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ എന്ന സത്യവചനം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായ ആ പ്രധാനപ്പെട്ട സത്യവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ നാം മെച്ചപ്പെട്ട രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, നല്ല രൂപത്തിലാണ് അതിനെ ഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ആ ഘടിപ്പിനെ കുറിച്ചും അതിന്റെ ആ സൃഷ്ടിപ്പിനെ കുറിച്ചുമെല്ലാം ഖുർആനിൽ പലയിടങ്ങളിൽ പല രൂപത്തിൽ അള്ളാഹ് സംസാരിക്കുന്നുണ്ട്. അതെല്ലാം നാം ഖുർആനിൽ അർത്ഥം അറിഞ്ഞുകൊണ്ട്, അറബി ഭാഷ അറിയുന്ന ആളാണെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് അശ്രദ്ധയിൽ നിന്നിട്ട് രക്ഷപ്പെട്ടുകൊണ്ട് വായിക്കാൻ ശ്രദ്ധിച്ചാൽ, അറബി ഭാഷ അറിയാത്ത ആളാണെങ്കിൽ പരിഭാഷയിലൂടെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും മക്ക ഇമാം ഇന്ന് പറഞ്ഞതായ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം നമ്മുടെ നിശ്ചിത നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഉണർന്നു കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യുമെന്നാണ് നാം പഠിച്ചത്. ഇബ്നു അബ്ബാസിന്റെ ഹദീസിലൂടെ റളിയല്ലാഹു തആല അൻഹുമാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് നോക്കിയിട്ട് സൂറത്ത് ആല ഇമ്രാനിന്റെ അവസാനമുള്ളതായ 10 ആയത്തുകൾ ഓതാറുണ്ടായിരുന്നു എന്ന് നാം കേട്ടു.
കേട്ടു, നാം പഠിച്ചു. അതിൽ നിന്നിട്ടും നമുക്ക് പാഠമുണ്ട്. അതിന്ന് മക്ക ഇമാം ഓതിയതായ ഭാഗമാണ്. ഇന്ന ഫി ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫി ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതായ ആയത്തുകളുടെ ആ 10 ആയത്തുകളുടെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുന്നത് ഈ ജീവിതത്തിൽ അവന്റെ ഭൗതിക ജീവിതത്തിന് ആവശ്യമായ സമ്പാദ്യം സമ്പാദിക്കാൻ മാത്രമല്ല, ഭക്ഷിക്കാൻ മാത്രമല്ല, സുഖലോലുപനായിട്ട് ജീവിക്കാൻ മാത്രമല്ല, മറിച്ച് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിലുള്ളതായ അവന്റെ വിശാലമായ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാനാണ്. ആ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുലേക്ക് എത്താൻ അവന് സാധിക്കും. അള്ളാഹുവിന്റെ കഴിവുകൾ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ കയ്യിലാണ് സർവ്വതുമുള്ളത്. അള്ളാഹുവിന്റെ കയ്യിലല്ലാതെ ഷിട്ടികളെ കയ്യിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിട്ടിക്കുന്ന ജോലി നൽകിയിട്ടില്ല. ഷിട്ടിപ്പ് അള്ളാഹുവിന്റെ കയ്യിലാണ്, തദ്ബീർ അള്ളാഹുവിന്റെ കയ്യിലാണ്, മരണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അവനാണ് ഇവിടെ ഭരിക്കുന്നത്, അവനാണ് ഇവിടെ നിയന്ത്രിക്കുന്നത്. ലോകത്തിന് ആ സകലം നിയന്ത്രിക്കുന്നവൻ അവനാണ്. അവന് തൂക്കമില്ല, അവന് ഉറക്കമില്ല, അവൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അവന്റെ ശ്രദ്ധയിൽ നിന്നിട്ട് ഒരു സെക്കൻഡ് പോലും ശ്രദ്ധയിൽ നിന്നിട്ട് വിടുകയാണെങ്കിൽ ലോകം ആ സകലം നാമാവശേഷപ്പെട്ടിരുന്നേനെ, താറുമാറായിരുന്നേനെ. ഈ രൂപത്തിലുള്ളതായ ചിന്താഗതിയിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കാനുള്ളതായ ആ നിർബന്ധം നമ്മളിൽ ഉണ്ടാവണം. അതിനുള്ള പരിശ്രമം നമ്മളിൽ നിന്നിട്ട് ഉടലെടുക്കണം. അതിനുവേണ്ടിയാണ് മക്ക ഇമാം പറയാൻ കാരണം, നാം ഖുർആൻ പാരായണം ചെയ്യണം. അർത്ഥം അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്ന ഫി ഖൽഖിസ് സമാവാതി വൽ അർള് ആകാശത്തിനെയും ഭൂമിയെയും സൃഷ്ടിച്ചതായ സൃഷ്ടിപ്പിൽ ഇന്ന ഫി ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ഇവിടെ രാത്രി വരുന്നു, പകല് വരുന്നു, പകല് പോകുന്നു, രാത്രി വരുന്നു, ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നിലാവ് ഉദിക്കുന്നു, അസ്തമിക്കുന്നു 30 ദിവസത്തിലൂടെ. അതുപോലെ തന്നെ സൂര്യൻ ദൈനംദിനം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇതിലെല്ലാം എന്തുണ്ട്? ചിന്തിക്കുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്ക് ധാരാളം പഠനാർഹമായ ഭാഗങ്ങളുണ്ട്. ലആയാതിൽ ലിഉലിൽ അൽബാബ് ആരാണവർ? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദ. അതാണ് മക്ക ഇമാം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. മദീന ഇമാം ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? നാം അല്ലാഹുവിനെ പഠിക്കേണ്ടതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തല താഴ്ന്നു പോകും ഭൂമിയിലേക്ക്. സുജൂദ് ചെയ്യാനല്ലാതെ നമുക്ക് നിർവാഹമില്ല, റുക്കൂ ചെയ്യാനല്ലാതെ നിർവാഹമില്ല, കൽപ്പന അനുസരിക്കാനല്ലാതെ നിർവാഹമില്ല. അഥവാ അല്ലാഹുവിന് നാം അറിയാതെ അങ്ങോട്ട് കീഴ്വണങ്ങി പോകും. കാരണം അവനാണ് അതിന് അർഹൻ എന്നത് നമുക്ക് ഈ ലോകത്തിലുള്ളതായ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കൂടി പറയാൻ കാരണം, അല്ലദീന ആരാണവർ? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നവർ, രാപകലിലുള്ളതായ ചേഞ്ചുകളെ കുറിച്ച് ചിന്തിക്കുന്നവർ. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദ അവര് നിന്നിട്ടും ഇരുന്നിട്ടും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ്. വഅലാ ജുനൂബിഹിം കിടന്നിട്ടും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നതാണ്. എന്നിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. അവര് ആ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ, അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന സന്ദർഭത്തിൽ അവർക്ക് എവിടെക്കെത്താൻ സാധിക്കും? ഇതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. അഥവാ ഇതിന്റെ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനെ അതിൽ സൃഷ്ടിക്കപ്പെട്ടതായ ആ സൃഷ്ടികളായ അടിമകളായ മനുഷ്യന്മാരും ജിന്നുകളും അള്ളാഹുവിന്റെ സൃഷ്ടികൾ അതിലൂടെ അള്ളാഹുലേക്ക് എത്താൻ വേണ്ടിയാണ്. അതിലൂടെ അള്ളാഹുവിന്റെ കഴിവുകൽപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിലൂടെ അവൻ ആ കഴിവുകൽപ്പ് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴടങ്ങാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം അവര് എന്ത് ചെയ്യും? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം അവര് നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും അള്ളാഹുവിനെ സ്മരിക്കും, ഓർക്കും. അതിലേക്ക് അവരെ പ്രേരിപ്പിക്കും. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കും. എന്നിട്ടോ റബ്ബന അവർ പറയുന്നതാണ്, രക്ഷിതാവേ മാ ഖലഖത ഹാദാ ബാതില നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല, അർത്ഥശൂന്യ രൂപത്തിലുള്ളതായ പ്രവർത്തനമല്ല ഇവിടെ നടക്കുന്നത്. മറിച്ച് ഇതിന്റെ പിന്നിൽ മഹാഹിക്മത്തുണ്ട്, മഹാലക്ഷ്യമുണ്ട്. അതെന്താണ്? നിന്നെ മനസ്സിലാക്കി, നിന്നെ ഗ്രഹിച്ച്, നിന്നെ പഠിച്ച്, നിന്റെ തദ്ബീറിനെ കുറിച്ച് പഠിച്ച് നീ ഇവിടെ ഈ മഹാശക്തികളാകുന്ന ആ മലക്കുകളെ കൊണ്ട്, ജിബ്രീലിനെ കൊണ്ടും
മീകായിലിനെ കൊണ്ടും ഇസ്രാഫീലിനെ കൊണ്ടും അതുപോലെയുള്ളതായ മറ്റു മലക്കുകളെ കൊണ്ടുമെല്ലാം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തദ്ബീർ നടത്തുന്നു. ആ തദ്ബീർ ആ മലക്കുകളിലൂടെ അല്ലാഹു നടത്തുന്നത്, ആ ശിട്ടികളോട് അല്ലാഹു നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ശിട്ടികൾ തന്നെയാണ് മലക്കുകൾ. അവരുടെ ജോലി അല്ലാഹുവിന്റെ കൽപ്പനക്ക് അവരനുസരിക്കലാണ്, അവർ കീഴ്വണങ്ങലാണ്. അവരതിന് ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹുവിന്റെ കൽപ്പനക്ക് അവർ വിപരീതം കാട്ടുന്നവരല്ല. വയഫ്അലൂന മാ യുമറൂൻ, അവരോട് കൽപ്പിക്കുന്നത് മാത്രമേ അവർ ചെയ്യാറുള്ളൂ എന്നത് മനസ്സിലാക്കാൻ വേണ്ടി റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഏൽപ്പിച്ചതായ ഒരു വിഭാഗമാണ് ആര്? അല്ലാഹുവിന്റെ ശക്തികളിൽ നിന്നിട്ട് ഏറ്റവും ഉന്നത സ്റ്റാൻഡേർഡിലേക്ക് എത്തിയവരായ ശക്തന്മാരായ മലക്കുകൾ. ശക്തന്മാരായ മലക്കുകളിൽ 600 ചിറകിന്റെ ഉടമയായ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്, അതുപോലെ മീകായിൽ അലൈഹിസ്സലാം ഉണ്ട്, അതുപോലെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഉണ്ട്, അതുപോലെ നമ്മുടെ ആത്മാവിനെ പിടിക്കുന്നതായ മലക്കുകളും ധാരാളമുണ്ട്. ഇവരെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന്റെ കൽപ്പന ഇവിടെ നടക്കണം, അല്ലാഹുവിന്റെ പ്രവർത്തനം ഇവിടെ നടക്കണം. ആ പ്രവർത്തനത്തിന് അവരിലൂടെ നടത്തണം. അവരും അല്ലാഹുവിന്റെ അടിമകളാണ്. പക്ഷേ അവർക്ക് നമുക്ക് നൽകിയതുപോലെ ശഹവത്ത് നൽകിയിട്ടില്ല. അവർക്ക് ബുദ്ധി മാത്രമാണ് നൽകിയിട്ടുള്ളത്. അവരെ നമ്മെ സൃഷ്ടിച്ചതുപോലെ മണ്ണിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല, അതുപോലെ ജിന്നിനെ സൃഷ്ടിച്ചതുപോലെ തീയാൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല. അവരെ പ്രകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരുടെ കോലത്തെക്കുറിച്ച് നമുക്ക് അറിയുകയില്ല, അവരുടെ രൂപത്തെക്കുറിച്ച് നമുക്ക് അറിയുകയില്ല. അവർ നമ്മെപ്പോലെ ഭക്ഷണം കഴിക്കുന്നവരല്ല, നമ്മെപ്പോലെ അല്ല. അവർ വേറെ രൂപത്തിലുള്ളതായ ജീവിതമാണ് അവരുടെ ജീവിതം. പക്ഷെ അവർക്ക് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടല്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള മലക്കുകളെ കുറിച്ചാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാൻ അലീമിൽ മദീന ഇമാം പറഞ്ഞതുപോലെ വൽ മുദബ്ബിറാത്തി അംറ എന്ന അള്ളാഹുവിന്റെ കൽപ്പനകളെ ഇവിടെ നടപ്പാക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച വിഭാഗം അവരാണ്. അങ്ങനെയാണ് നമ്മുടെ മുഫസ്സിറുകളൊക്കെ അർത്ഥം വെച്ചത്. നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതനുസരിച്ച്, സഹാബാക്കൾ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മുടെ തഫ്സീറിന്റെ വക്താക്കളായ നമ്മുടെ ഇമാമുകളെല്ലാം അർത്ഥം വെച്ചതായ അർത്ഥം അങ്ങനെയാണ്. ആ അർത്ഥം തന്നെയാണ് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിം വൽ മുദബ്ബിറാത്തി അംറ എന്ന വാക്കിന് അർത്ഥം വെച്ചത്. അദ്ദേഹം ആ ആയത്ത് വിശദീകരിച്ച സന്ദർഭത്തിൽ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരെ ഏകീകരിച്ചതായ അഭിപ്രായമാണ് മുദബ്ബിറാത്ത് അംറ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചതായ കൽപ്പിച്ചതായ അള്ളാഹിന്റെ കൽപ്പനകളെ ഇവിടെ നടപ്പാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതായ ആ ശക്തന്മാരായ മലക്കുകളെ കൊണ്ടാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അവിടെ സത്യവചനം ചെയ്തത് എന്നല്ലാതെ അവസാനമായിട്ട് റാസി തന്നെ പറയുന്നുണ്ട്, ചില തർക്കശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞതായ അഭിപ്രായങ്ങളുണ്ട്. അത് ഹത്യമാലാത്തുള്ളതായ അർത്ഥങ്ങളാണ്, അഥവാ ആവാനും ആവാതിരിക്കാനും സാധ്യതയുള്ള അർത്ഥങ്ങളാണ്. അങ്ങനെയുള്ള അർത്ഥങ്ങളെ അവസാനമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആ അർത്ഥങ്ങളെ, ആ തഫ്സീറുകളെ പറഞ്ഞപ്പോൾ തന്നെ ഇത് തർക്കശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ഇമാം റാസി ഉന്നയിച്ചത്. ആ അർത്ഥത്തിൽപ്പെട്ടതായിരുന്നു എന്ത്? അർവാഹുകളാണ് എന്ന്, അഥവാ മരണപ്പെട്ടവരുടെ റൂഹുകളാണ് എന്ന് മുദബ്ബിറാത്തി എന്ന വാക്കിലുള്ളതായ അർത്ഥം. ആ അർത്ഥം അർത്ഥശൂന്യമാണ്. ആ അർത്ഥത്തിന് മുഫസ്സിറുകളുടെ അടുക്കൽ യാതൊരു പരിഗണനയും ഇല്ല എന്ന് കുറിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം ഉപയോഗിച്ചതായ ശൈലി ആ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ. ഇതൊക്കെ ഞാൻ പറയുന്നതിന് വേണ്ടിയാണ്. മദീന ഇമാമ് ലോകത്തിനെ നിയന്ത്രിക്കുന്നതായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹുവിന്റെ കഴിവ് കൽപ്പന നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ റബ്ബുൽ ഇസ്സത്തിനെ നാം ഭയപ്പെടും. ആ റബ്ബുൽ ഇസ്സത്തിനെ ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. അവനല്ലാതെ ഇവിടെ ആരാധിക്കപ്പെടുന്ന ശക്തിയില്ല എന്ന റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. അവനോടല്ലാതെ നാം പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല എന്ന റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. അവനോടല്ലാതെ കേണപേക്ഷിക്കാൻ പാടുള്ളതല്ല എന്നതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ രോഗം മാറ്റേണ്ടത് അവനാണ്, നമ്മുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് അവനാണ്. ഇന്ന റബ്ബി ഹുവ യുത്ഇമുനി വ യസ്ഖീൻ, എന്റെ റബ്ബ് അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, അവനാണ് എനിക്ക് പാനീയം നൽകുന്നത്. ഇദാ മറിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് രോഗത്തെ സുഖപ്പെടുത്തുന്നത് എന്ന് മഹാനായ തൗഹീദ് ലോകത്തിന് പഠിപ്പിച്ച നേതാക്കളിൽ നമ്മുടെ നേതാവായ അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കൊണ്ട് അള്ളാഹു ഖുർആനിൽ പറയിപ്പിച്ചു. അതിനെ അള്ളാഹു ഖുർആനിലൂടെ, അള്ളാഹിന്റെ കലാമിലൂടെ നമുക്കിറക്കിയതായ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഇവിടെ ഖബറാളികളല്ല ലോകത്തിനെ ഭരിക്കുന്നത്, ലോകത്തിനെ കിടക്കുന്നത്, ലോകത്തിലുള്ളതായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഖബറാളികളോ ഔലിയാക്കന്മാരോ സാലിഹീങ്ങളോ അർവാഹുകളോ റൂഹുകളോ ഒന്നും തന്നെയല്ല, റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ആണ്. അവന്റെ കഴിവ് കൽപ്പ് ലോകം മനസ്സിലാക്കാൻ വേണ്ടി തന്നെ അവൻ സൃഷ്ടിച്ച സൃഷ്ടികളിൽ നിന്ന് ശക്തന്മാരായ ജിബ്രീലിനെ പോലോത്തവർ, മികായിലിനെ പോലോത്തവർ, ഇസ്രാഫീലിനെ പോലോത്തവർ, അതുപോലെയുള്ള മലക്കുകളിലൂടെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഇവിടെ തദ്ബീറുകൾ നടത്തുന്നു.
നടത്തുന്നു, ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, ഇവിടെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു, ഇവിടെ മഴ വർഷിപ്പിക്കുന്നു, ഇവിടെ മരണപ്പെടേണ്ടവരെ മരണപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അമ്രുകൾ ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അതിന്റെ പിന്നെല്ലാം പ്രവർത്തിക്കുന്നത് ആ മഹാനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ കൽപ്പനയിൽ കൂടി മാത്രമാണ്. ഇവിടെ സൃഷ്ടികളിൽ നിന്നിട്ട് മനുഷ്യന്മാർക്കോ ഔലിയാക്കന്മാർക്കോ നബിമാർക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജോലി കൊടുത്തിട്ടില്ല, ആ ഡ്യൂട്ടി നൽകിയിട്ടില്ല. അങ്ങനെയാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നതായ സത്യവിശ്വാസികൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും. അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ, ആധികാരിക ഗ്രന്ഥങ്ങളിലൂടെ അവർ ചെറുപ്പത്തിലെ പള്ളി ദർസിൽ വെച്ചിട്ട് ഞാനടക്കമുള്ള മുസ്ലിംമാര് പഠിച്ചതും അങ്ങനെ തന്നെയാണ്. അതിന്റെ വിപരീതം പറഞ്ഞു നടക്കുന്നവര് അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായ അദ്വൈത സിദ്ധാന്തക്കാരായ അള്ളാഹു ഞാനും അള്ളാഹുമായി ചേഞ്ചില്ല എന്നൊക്കെ ഹല്ലാജ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുപ്രചരണം നടത്തുന്നതായ അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന വിഭാഗം ഏകദേശം 4-ാം നൂറ്റാണ്ടിലാണ് ഉടലെടുത്തത്. അവിടെ മുതൽ ലോകവ്യാപകമായിക്കൊണ്ട് ഇരിക്കുന്നതായ അമിത സൂഫിസത്തിന്റെ ഉടമകളാണ് അത്തരം ചിന്താഗതികളൊക്കെ വ്യാപകമാക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ചിന്താഗതികളോടൊക്കെ നാം അതിനെ കണ്ടുകെട്ടേണ്ടതും അതിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടി മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പണ്ഡിതന്മാര് കച്ചകെട്ടി പുറപ്പെടേണ്ടതും അവർക്ക് അതിന്റെ യഥാർത്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധ ചെലുത്തേണ്ടതുമാണ് എന്നത് ഇത്തരണത്തിൽ മദീന ഇമാമും മക്ക ഇമാമും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തതിൽ നിന്നിട്ട് ഞാൻ നമ്മുടെ നാട്ടിലുള്ള ചുറ്റുപാട് മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ചും അത്തരം അപകടത്തിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. പണ്ഡിതന്മാർ അതിന് കച്ചകെട്ടി പുറപ്പെടേണ്ടതാണ്. അവരത്തരം കാര്യങ്ങളൊക്കെ ആധികാരികതയോടുകൂടി തന്നെ പഠിക്കേണ്ടതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ, മുഫസ്സിറുകൾ പറഞ്ഞ കാര്യങ്ങൾ, അത് നമ്മുടെ നാട്ടിലുള്ളതായ സമസ്ത പണ്ഡിതന്മാരുടെ പരിഭാഷകൾ തന്നെ. ഞാൻ 50-ൽ പരം പരിഭാഷകളെ കുറിച്ച് പഠനം നടത്തിയിട്ട് ഒരു പുസ്തകം എഴുതിയ മനുഷ്യനാണ് എന്നതുകൊണ്ട് ആ പരിഭാഷകളെ കുറിച്ചൊക്കെ എനിക്ക് പരിചയമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ വകുപ്പിന്റെ പരിഭാഷകൾ പരിശോധിച്ച് നോക്കിയാൽ ആ പരിഭാഷകളൊക്കെ വ്യക്തമായിട്ട് നമ്മുടെ നാട്ടിലുള്ള സർവ്വ പരിഭാഷകൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു മുദബ്ബിറാത്തി അംറ എന്നതായ വാക്കിന്റെ അർത്ഥം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാര്യങ്ങൾ കൈയാളാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതായ മലക്കുകളെ കുറിച്ചാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു സത്യവചനം ചെയ്യുന്നത് എന്നാണ് TK അബ്ദുള്ള മുസ്ലിയാരും അതുപോലെ തന്നെ കുറ്റനാട് മുസ്ലിയാരും അവരെ പോലത്തവരൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിച്ചത്. അങ്ങനെയുള്ളതായ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ തെളിക്കുക എന്നല്ലാതെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നല്ലാതെ അതിന് വിപരീതമായതായ അനിസ്ലാമിക ചിന്താഗതികൾ പരിചയപ്പെടുത്തുകയും പറഞ്ഞു കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും എന്നിട്ട് ദീനിൽ നിന്നിട്ട് ദൂരപ്പെടുത്തുകയും റബ്ബിന്റെ കഴിവ് കൽപ്പിൽ നിന്നിട്ട് മനുഷ്യന്മാരെ ദൂരപ്പെടുകയും ചെയ്യുന്നതായ ആ ദയനീയ അവസ്ഥയിലേക്ക് ചെന്നു ചേർന്ന കാഴ്ച നാം കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ അത്തരം ചുറ്റുപാടിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ മാർഗം ഈ ഖുർആനിനെ പഠിക്കേണ്ടതുപോലെ ആധികാരികമായിട്ട് പഠിക്കുക എന്നതാണ്. മക്ക ഇമാം സൂചിപ്പിച്ചതുപോലെ അപ്രകാരം തന്നെ മദീന ഇമാം പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാൻ സാധിക്കും, ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാൻ സാധിക്കും. അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന രൂപത്തിൽ ഞാൻ ഞാൻ എന്റെ കാൽ എന്റെ കൈ ഞാനിപ്പോൾ ഈ മിമ്പറിന്റെ മീതെ നിന്ന് ഇറങ്ങുന്നത് ഈ ജുബ്ബന്റെ അകത്തുള്ളത് അത് അള്ളാഹുവാണ്, അത് ദൈവമാണ് എന്നൊക്കെ പറയുന്നതായ അദ്വൈത സിദ്ധാന്തവുമായിട്ട് പണ്ട് ഹല്ലാജുൽ മൻസൂർ എന്ന് പറയുന്ന വ്യക്തി നടന്നപ്പോൾ അന്ന് ജീവിച്ചതായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആധികാരിക പണ്ഡിതന്മാര് അദ്ദേഹം ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തുപോയ ആളാണ്, അദ്ദേഹത്തിന് വധിക്കപ്പെടേണ്ടതാണെന്ന് തീരുമാനിച്ച് വധിക്കപ്പെട്ട കാര്യം ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇമാം ദഹബി സിയർ അലാമുൻ നുബലാ പോലോ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നതായിട്ട് കാണാം. ഹല്ലാജിനെ പോലത്തെ മനുഷ്യന്മാരൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ സന്യാസിമാരിൽ നിന്നിട്ട് ഉൾക്കൊണ്ടതാണ് എന്നൊക്കെ പറയുന്നതായിട്ട് കാണാം. പണ്ട് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് ഈ പുരോഗതി പ്രാപിക്കപ്പെട്ട യുഗത്തിൽ വരേക്കും നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള നീച നികർഷ ചിന്താഗതികൾ വ്യാപകമായിക്കൊണ്ട് ഇരിക്കുന്നത് ദയനീയമാണ്. അത്തരം ചിന്താഗതികൾ നിന്നിട്ട് മുസ്ലിം സമൂഹത്തെ, മുസ്ലിം യുവാക്കളെ എന്ന് മാത്രമല്ല ഇതര മതസ്ഥർ ഇങ്ങനെയുള്ള ചിന്താഗതികൾ കേൾക്കുമ്പോൾ അവർക്ക് ഇസ്ലാമിനോട് അറുപ്പും വെറുപ്പും വരുന്നതും ഇസ്ലാമിലേക്ക് വരാൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ വേണ്ട എന്ന് വെക്കുന്നതുമായ രൂപത്തിലുള്ളതായ ആ കരിഞ്ചന്തങ്ങളാണ് ഇപ്പോൾ അറിഞ്ഞിട്ടോ അറിയാതെയോ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിലെല്ലാം ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടേ ഇരിക്കുന്നത്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഇന്ന് മക്ക ഇമാമും അതുപോലെ മദീന ഇമാമും ചർച്ച ചെയ്തതായ വിഷയം ശരിക്ക് നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ മക്ക ഇമാമും മദീന ഇമാമും പറഞ്ഞതായ ആ തത്വത്തിൽ പെട്ടതാണ് എന്ന അള്ളാഹുവിന്റെ കലാമ്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിനുള്ള
ഉള്ളതായ കഴിവ് കൽപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാൻ അവരെ കൊണ്ട് സാധിക്കും. അള്ളാഹുവിനെ ആ തരം താഴ്ത്തുന്ന രൂപത്തിലുള്ള സംസാരം അവരിൽ നിന്ന് വരുന്നതല്ല. അമിത സൂഫീസത്തിന്റെ ഉടമകൾ പറഞ്ഞതായ ആ കരിഞ്ചന്തകളും തോന്നിവാസങ്ങളും അവരുടെ തൊള്ളയിൽ നിന്നിട്ട് വരുന്നത്, ശങ്കരാചാര്യയുടെ തത്വങ്ങളൊക്കെ അവരുടെ തൊള്ളയിൽ നിന്നിട്ട് വരുന്നത് അള്ളാഹിനെ കുറിച്ച് വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖക്കും അത്വാറ എന്നുള്ള പറയുന്ന ശൈലിയുണ്ട് ഖുർആനിൽ. എന്തേ നിങ്ങൾ അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ടത് ബഹുമാനിക്കുന്നില്ല? നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കേണ്ട സ്റ്റാൻഡേർഡ് നിങ്ങൾ എന്തുകൊണ്ട് നൽകുന്നില്ല? നിങ്ങളെയല്ലേ അള്ളാഹു സുബ്ഹാനഹു വതആല ഘട്ടങ്ങളായി സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? വല്ല വലിയൊരു പങ്കുണ്ടോ? വല്ല അർവാഹകൾക്ക് പങ്കുണ്ടോ? വല്ല ജിന്നുകൾക്ക് പങ്കുണ്ടോ? വല്ല മലക്കുകൾക്ക് പങ്കുണ്ടോ? ആർക്കും പങ്കില്ല. പ്രപഞ്ചത്തെ ആസകലം ഭരിച്ചുകൊണ്ടിരിക്കുന്നവൻ അവൻ തന്നെയാണ്. ഓരോ നിമിഷവും അവൻ തന്നെയാണ് ഈ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ തത്വങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായ ആ ചെറിയ ആയത്തിന്റെ പേരാണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസിയുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് അത്രയും വലിയ പ്രത്യേകത ആ ആയത്തുൽ കുർസി എന്ന ഒരു ആയത്തിന് നൽകപ്പെട്ടു എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് വന്നതായ ഹദീസുകളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ കഴിവ് കൽപ്പിനെ വിവരിക്കുന്ന ആയത്തായിരുന്നു അത് എന്നതുകൊണ്ട് തന്നെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ച് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി അള്ളാഹുവിനെ ആരാധിക്കാൻ പ്രേരണ നൽകുന്നതായ കാര്യങ്ങൾ ഖുർആനിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിലൂടെ എത്താൻ വേണ്ടി പാടുപെടുക. ഇത് നമ്മുടെ ബാധ്യതയാണ്. മനുഷ്യൻ നഷ്ടത്തിലും നാശത്തിലുമാണ് എന്ന് മദീന ഇമാമ് കൂട്ടത്തിൽ പറയുകയുണ്ടായി. എപ്പോൾ ആ മനുഷ്യൻ അവന്റെ ടൈമിനുള്ളതായ വില നൽകുന്നില്ലെങ്കിലും, അവൻ അള്ളാഹു നൽകിയതായ ആരോഗ്യത്തെ അവൻ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിലും, അവൻ അള്ളാഹു നൽകിയതായ ഒഴിവിനെ അവൻ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിലും, റസൂൽ പറഞ്ഞതായ ഒരു ഹദീസ് ഇവിടെ സ്മരണീയമാണ്. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്. രണ്ട് നിഅമത്ത്, അതിന് അർഹപ്പെട്ടതായ അവകാശം നൽകുന്നതിൽ നഷ്ടത്തിലാണ് മനുഷ്യന്മാർ. കസീറും മിനൻ നാസ്, അധിക മനുഷ്യന്മാരും നഷ്ടത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്താണ് ആ രണ്ട് നിഅമത്ത്? അസ്സിഹ്ഹത്തു, ആരോഗ്യം, വൽ ഫറാഗ്, ഒഴിവ്. അപ്പോൾ ഒഴിവ്, ആരോഗ്യം എന്നീ രണ്ട് കാര്യത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയും കൊണ്ട്, അള്ളാഹുവിനെ പഠിക്കേണ്ടതുപോലെ പഠിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കിയും കൊണ്ട് പ്രപഞ്ചത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ, പ്രപഞ്ചത്തിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 7 ആകാശങ്ങളെ കുറിച്ച് അതുപോലെ 7 ഭൂമികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചവരെ തലപുകച്ച് പഠിച്ചിട്ട് അവർക്ക് ഭൗതിക പഠനത്തിൽ ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചില്ല. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അവർ അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കാൻ തീരുമാനിക്കുമ്പോൾ, അല്പം തന്നെ ചിന്തിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അവർക്ക് സുജൂദ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു, റുക്കൂ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, പേടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു, അള്ളാഹുവിനെ ഭയപ്പെടാൻ പ്രേരിപ്പിക്കുന്നു, തെറ്റ് ചെയ്യാതിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു, നന്മ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു. അതാണ് മുസ്ലിങ്ങളുടെ നേട്ടം. അതുകൊണ്ടാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു ഞാൻ നിങ്ങളെ നേരത്തെ കേൾപ്പിച്ചതായ ആയത്തിൽ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക എന്നവർ പറയും, നീ പരിശുദ്ധനത്രേ, അതുകൊണ്ട് ഫഖിനാ അദാബന്നാർ, ഞങ്ങൾക്ക് വേണ്ടത് നരകത്തിൽ നിന്നിട്ട് മോചിക്കണം, നിന്റെ നരക ശിക്ഷയിൽ നിന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് അവസാനം പറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം അതാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? പരലോകമോക്ഷമാണ്. ആ പരലോകമോക്ഷം കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കണം. ഷിട്ടാവ് ആര്, ഷിട്ടികൾ ആര് എന്നത് മനസ്സിലാക്കണം. ഷിട്ടികളുടെ കഴിവെന്ത്, ഷിട്ടാവിന്റെ കഴിവെന്ത് എന്ന് മനസ്സിലാക്കണം. ഇതൊന്നും എന്തല്ല ഔലിയാക്കന്മാർ കറാമത്തില്ല എന്ന് പറയലോ, നബിമാർക്ക് മുഅ്ജിസത്തില്ല എന്ന് പറയലോ അല്ല. അങ്ങനെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ യഥാർത്ഥ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ മഹാത്മാക്കളാകുന്ന നബിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. മഹാത്മാക്കളാകുന്ന അള്ളാഹുവിലേക്ക് അടുത്തവരായ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാകുന്ന മുത്തഖീങ്ങൾക്ക് അള്ളാഹു കറാമത്ത് നൽകിയിട്ടുണ്ട്. അതെല്ലാം അവരെ ബഹുമാനിക്കുന്ന, അവരെ ആദരിക്കുന്ന ഭാഗമാണ് കറാമത്ത്. ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മുഅ്ജിസത്ത് അള്ളാഹുവിന്റെ ഭാഗത്തിലിട്ട് വന്നവരാണ് നബിമാർ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹ് അവർക്ക് നൽകുന്നതായ ദൃഷ്ടാന്തങ്ങളാണ്. അത് തന്നെ അള്ളാഹ് ഖുർആൻ പറയുന്നുണ്ട്, ഒരു നബിക്കും യോജിച്ചതേ അല്ല, അവരുദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ സാധിക്കുന്നതേ അല്ല, അവരുദ്ദേശിക്കുന്ന സമയത്ത് മുഅ്ജിസത്ത് ഉണ്ടാക്കാൻ. മുഅ്ജിസത്ത് അള്ളാഹ് ഉദ്ദേശിക്കുമ്പോഴേ അവർക്ക് നൽകുകയുള്ളൂ. എന്നിരിക്കവേ കറാമത്തിനെ കുറിച്ച് അവരുദ്ദേശിക്കുമ്പോൾ, അഥവാ ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് അടുത്ത മുഖറബായ വലിയായിരുന്നാലും തെറ്റില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്ന സമയത്തല്ല കറാമത്ത് ഉണ്ടാവുക, മറിച്ച് അള്ളാഹ് ഉദ്ദേശിക്കുന്ന സമയത്താണ് കറാമത്ത് ഉണ്ടാവുക. അതുകൊണ്ട് മുൻകൂട്ടി കാലേ കൂട്ടി അദ്ദേഹം ഒരിയല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് പ്രശ്നങ്ങൾ പറയാമല്ലോ, അദ്ദേഹം നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റുമല്ലോ എന്ന തെറ്റിദ്ധാരണ അത് വ്യാമോഹമാണ്, അത് തെറ്റിദ്ധാരണയാണ്, അത് ഇസ്ലാം പഠിപ്പിക്കാത്ത ശൈലിയാണ്. ഇസ്ലാം മഹാത്മാക്കളെ അള്ളാഹു ബഹുമാനിക്കാൻ, ആദരിക്കാൻ വേണ്ടി മഹാത്മാക്കൾക്ക് അള്ളാഹു ബഹുമാനിക്കാൻ
അള്ളാഹു ബഹുമാനിക്കാൻ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ കറാമത്ത് നൽകുന്നു. ആ കറാമത്ത് അത് അവർക്കുള്ള പ്രത്യേകതയാണ്. അതിൽ നമുക്ക് നേട്ടമില്ല. നമുക്ക് അങ്ങനെയുള്ള നേട്ടം വേണമെങ്കിൽ നാം അള്ളാഹുലേക്ക് അടുക്കുക, നാം അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി മാറുക. അപ്പോൾ നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ് ബഹുമാനിക്കുന്ന ബഹുമതി ലഭിക്കും എന്നല്ലാതെ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതായ ആ ബഹുമതിയിൽ പങ്കാളികളാവാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മഹാത്മാക്കളെ അള്ളാഹു ബഹുമാനിച്ചുകൊണ്ട് ബഹുമാന സൂചകമായിട്ട് അവർക്ക് നൽകുന്ന കറാമത്തില്ല എന്ന് നാം അഥവാ യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്ത് ഒരിക്കലും നിഷേധിക്കുന്നില്ല, അതില്ല എന്ന് പറയുന്നില്ല. അതുണ്ട് എന്ന് സ്ഥാപിക്കുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഇത് മനസ്സിലാക്കുന്ന രൂപത്തിൽ ചേഞ്ച് ഉണ്ടായി എന്നതാണ് പലരും സംഭവിച്ചതായ അപകടം. അങ്ങനെ മനസ്സിലാക്കാൻ പാടുള്ളതല്ല. മറിച്ച് യഥാർത്ഥ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന നമ്മുടെ പണ്ഡിതന്മാർക്ക് നമുക്ക് പഠിപ്പിച്ചു തന്ന ആധികാരിക ഗ്രന്ഥത്തിൽ കൂടി ഖുർആനിലൂടെ സുന്നത്തിലൂടെ ആധികാരിക ഗ്രന്ഥത്തിലൂടെ എങ്ങനെയാണ് നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ചത് അതുപോലെ പഠിക്കുകയാണെങ്കിൽ പ്രശ്നം പരിഹരിച്ചു. എന്നാൽ തന്നെ ധാരാളം അനാചാരങ്ങളാകുന്ന കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഖബർ സന്ദർശനത്തിന് പകരം ഖബറാളികളോട് സലാം പറയുക എന്ന ഇസ്ലാം അനുവദിച്ചതായ ഭാഗങ്ങൾക്ക് പകരം ഖബറിന്റെ അടുക്കൽ പൂജകളും ഖബറിന്റെ അടുക്കൽ നേർച്ചകളും അനിസ്ലാമിക നേർച്ചകളും ഖബറിന്റെ അടുക്കൽ തോന്നിവാസങ്ങളും ഖബറിന്റെ അടുക്കൽ പാടില്ലാത്തതായ പോക്കുകളും വരവുകളും ബേൻഡടികളും കൂന്താട്ടങ്ങളും ഡാൻസുകളും ഇതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? പറയേണ്ടവർ പറയേണ്ടതുപോലെ പറയേണ്ടത് പറയാത്തത് കൊണ്ടാണ്. അതൊക്കെ പറയേണ്ടതുപോലെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ അറുതി വരുത്താൻ അല്ലെങ്കിൽ അതിനൊരു മിതമായ രൂപമെങ്കിലും എവിടെ നോക്കിയാലും അനാചാരം, എവിടെ നോക്കിയാലും തോന്നിവാസം, എവിടെ നോക്കിയാലും ബിദ്അത്തുകൾ അത്രയും വ്യാപകമാകുന്നതിൽ നിന്നിട്ട് ഒരു ചുരുക്ക രൂപങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും പരിശ്രമിച്ചാൽ സാധിക്കും പണ്ഡിതന്മാർക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മക്ക ഇമാമും മദീന ഇമാമും ചർച്ച ചെയ്തതായ അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുലേക്ക് എത്താൻ വേണ്ടി നാം അത് ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടി ഖുർആൻ പഠിക്കേണ്ടതുപോലെ പഠിക്കുക, വായിക്കേണ്ടതുപോലെ വായിക്കുക, എപ്പോഴും വായിച്ചുകൊണ്ടേ പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് മാത്രമല്ല ആ ഖുർആനിന്റെ വിശദാംശമാകുന്ന സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തുകളും നാം പഠിച്ചും വായിച്ചുകൊണ്ട് ഇരിക്കണം എന്ന് ഇനി വല്ല സംശയമുണ്ടെങ്കിൽ പണ്ഡിതന്മാരോട് ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാർ എന്നല്ലാതെ ശേഷി കെട്ടതായ തർക്കശാസ്ത്രജ്ഞന്മാരുടെ തഫ്സീറുകളൊക്കെ പറയുന്നതായ നീച നികർഷ ചിന്താഗതികൾ വ്യാപകമാക്കുന്ന ഖുറാഫാത്തുകളും ബിദ്അത്തുകളും വ്യാപകമാക്കുന്ന അതൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് ഒരു പുളിയുമില്ലാതെ അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന രൂപത്തിൽ സംസാരിക്കുന്ന വിഭാഗമല്ല പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ. പണ്ഡിതന്മാർ പറഞ്ഞാൽ നിറഞ്ഞ ഖുർആനിനെയും സുന്നത്തിനെയും പഠിക്കേണ്ടതുപോലെ ആധികാരിക സലഫ് സാലിഹീങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ പഠിച്ചിട്ട് അതിനെ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ജീവിതത്തിൽ പകർത്തുന്ന, അതിനുവേണ്ടി മനക്കെടുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിന് മാത്രം നേർച്ചകൾ സമർപ്പിക്കുന്ന, അള്ളാഹുവിന് മാത്രം മറക്കുന്ന, അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കാൻ ഒരുങ്ങുന്ന സത്യവിശ്വാസികളാണ് ഈ പറഞ്ഞതായ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഉലമാക്കൾ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക എന്ന് ഖുർആൻ പറഞ്ഞതായ ആ സൈസിലുള്ള ഉലമാക്കളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവരിലൂടെയാണ് എന്തെങ്കിലും സംശയം വരുമ്പോൾ ദീനിനെക്കുറിച്ചുള്ളതായ മതത്തെക്കുറിച്ചുള്ളതായ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നാം പാടുപെടേണ്ടത്. ഇതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മക്ക ഇമാമും മദീന ഇമാമും സൂചിപ്പിച്ചതായ അള്ളാഹുവിന്റെ കഴിവ് കൽപ്പിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ടിട്ട് അള്ളാഹുവിന് നൽകേണ്ടതായ അവകാശങ്ങളാകുന്ന ഇബാദത്ത് കൃത്യമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതികരമാക്കുന്ന കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.